Hi dear students, how are you? All of you good morning. Today we are discussing our second chapter from trade to power. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. All of you take your textbook and look at the page number 17. In this page, the first thing we see in the lesson is a box. What is this? Even the black gold has a story to tell. What is the black gold or Avanipriya? It is pepper. Then, hi friends, I am Pepper. Can I invite you to the Europe a few centuries ago? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. The rural folks in Europe would kill some of their cattle for meat and preserve it for the prolonged winter season. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവിടെ ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ കാറ്റിൽസ് ആടുമാടുകൾ അല്ലെങ്കിൽ കന്നുകാലികളെ കുറച്ചെണ്ണത്തിന് കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. ഇറ്റ് ഈസ് ദ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദ ഹെവി സ്നോഫാൾ ഇൻ ദി വിൻ്റർ വാസ് നോട്ട് ഫേവറബിൾ ഫോർ ദി ഗ്രാസ് ടു ഗ്രോ ഇൻ ദി കാറ്റിൽ ഫീൽഡ്. എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ട് അവരെ ചെയ്തിരുന്ന വിൻ്റർ സീസണിലെ സ്നോഫാൾ മഞ്ഞ് വീഴ്ച കാരണം കാറ്റിൽ ഫീൽഡുകളുടെ മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർത്തിയിരുന്നില്ല. ഇതെന്ത് ചെയ്യും? സോ both the people and cattle faced shortage of food during this season. എന്തായിരുന്നു? ഈ സമയത്ത് അവിടുത്തെ ആളുകളും ജനങ്ങളും അതുപോലെ കന്നുകാലികളും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. അതിനൊരു സൊല്യൂഷനായിട്ട് ദി സൊല്യൂഷൻസ് ഫോർ ദീസ് വാസ് ടു പ്രിസർവ് ദി കാറ്റിൽ മീറ്റ് ആസ് ഫുഡ് ഫോർ വിൻ്റർ. അപ്പോൾ അവരെന്താ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഈ കന്നുകാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് അതിനവരൊരു പരിഹാരം കണ്ടത്. ദെൻ ഡു യു റിമെമ്പർ വൺ? നമ്മൾ ഒരു കാര്യം ഓർക്കണം. എന്താണ്? ദാറ്റ് ദർ വാസ് നൈദർ ഇലക്ട്രിസിറ്റി നോ റെഫ്രിജറേറ്റർ ഓഫ് എനി കൈൻഡ് ഓഫ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ സമയങ്ങളിൽ അവിടെ എന്തുണ്ടായിരുന്നില്ല? ഇലക്ട്രിസിറ്റി, വൈദ്യുതിയോ അതുപോലെ റെഫ്രിജറേറ്ററോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഇന്ന് നമ്മൾക്ക് എന്താണ്, എന്ത് സൂക്ഷിക്കാൻ ഫ്രിഡ്ജുണ്ട്, അതുപോലെ ഒന്ന് കാറ്റ് തണുക്കുകയാണെങ്കിൽ AC ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പല ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് വൈദ്യുതി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയങ്ങളിൽ they found me effective in preserving the meat and making it tastier. In short, I was inevitable for them. എന്തായിരുന്നു? ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ആരാ? പെപ്പറിനെ അല്ലേ. ചുരുക്കത്തിൽ ഞാൻ അവർക്കൊരു അത്യാവശ്യ ഘടകമായിരുന്നു. ഞാൻ മാത്രമല്ല, പിന്നെ ആരൊക്കെയാ? മൈ ഫ്രണ്ട്സ് കാർഡമം, സിനമോൺ ആൻഡ് ജിഞ്ചർ, ഓൾ സ്പൈസസ് ലൈക്ക് ഐ ആം. എന്നെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏതൊക്കെയാ? ഏലം, അതുപോലെ കറുവപ്പട്ട, ഈ ജിഞ്ചർ, ഇഞ്ചി, ഈ തുടങ്ങിയ എല്ലാ സ്പൈസസും അവർക്ക് എന്തായിരുന്നു? അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. were also loved by them. The traders came in search of us from the time immemorial. എന്താണ്? ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. Didn't you listen to the story of Pepper? What did you understand from the story? What you did understand? Firstly, the spices of our land were essential to the foreigners. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ് എന്തായിരുന്നു? വളരെ അത്യാവശ്യമായിരുന്നു. Then
The traders all over the world used to visit here to collect the spices. ഇത്തരം സ്പൈസസ് വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ ഇവിടെ കച്ചവടക്കാർ ട്രേഡേഴ്സ് എത്തിയിരുന്നു. In previous lesson, you have understood the previous chapter about the conquest of Constantinople by the Turks in 1453. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളെ കീഴടക്കിയത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദിസ് കെയിം ഇൻ ദി വേ ഓഫ് ദി ട്രേഡേഴ്സ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഇതെന്തായി? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുണ്ടായിരുന്ന കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. സോ ദിസ് സിറ്റുവേഷൻ നെസസിറ്റേറ്റഡ് ദി യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഫൈൻഡ് ഔട്ട് എ സീ റൂട്ട്, അനദർ സീ റൂട്ട് ടു ഇന്ത്യ. ഇതെന്താണ്? ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗമായ ഒരു വാണിജ്യ പാത കണ്ടെത്താനുള്ള യൂറോപ്യൻസ് ശ്രമം ആരംഭിച്ചത്. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ഇവരെല്ലാം ഇന്ത്യയിലേക്ക് എന്തിനു വേണ്ടിയിട്ട് വന്നു? കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നു. ആരൊക്കെയാ? ഹൂവർ? ദി പോർച്ചുഗീസ്, the Dutch, the English and the French. From Portugal to Calicut. It was a sunny morning in the month of May 1498. 1498 മെയ്യിലെ ഒരു പ്രഭാതം. 3 huge ships anchored at Kappad near Calicut. എന്താണ്? കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായക്കപ്പലുകൾ നങ്കൂരമിട്ടു. ദി ലാംഗ്വേജ് ആൻഡ് ദി ഡ്രസ് കോഡ് ഓഫ് ദി മാരിനേഴ്സ് ഇൻ ദി ഷിപ്സ് വേർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദി നേറ്റീവ് പീപ്പിൾ. ആ പായ്ക്കപ്പലിലുണ്ടായിരുന്ന ആളുകളുടെ വേഷവും ഭാഷയൊക്കെ അവിടുത്തെ സാധാരണ നേറ്റീവ്സിനെ പ്രാദേശിക ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. They were a group of sailors from Portugal under the leadership of Vasco da Gama. അവരാരായിരുന്നു? പോർച്ചുഗീസിൽ നിന്നും കച്ചവടത്തിനായി എത്തിയ വാസ്കോ ഡ ഗാമയും സംഘവുമായിരുന്നു. അത് നാവികരുടെ ഒരു കൂട്ടമായിരുന്നു അത്. അപ്പോൾ എപ്പോഴാണ് അവർ വന്നേ? വിച്ച് ഇയർ? 1498. Who was the sailor? Vasco da Gama, അല്ലേ? Then, in this time, the Zamorin, then the ruler of Calicut. ഈ സമയത്ത് കാലിക്കറ്റിലെ രാജാവ് ആരായിരുന്നു? റൂളർ സാമുദ്രി രാജാവായിരുന്നു. He did not provide trading facilities to Vasco da Gama. He did not provide the trading facilities. അദ്ദേഹം എന്ത് നൽകിയില്ല വാസ്കോ ഡ ഗാമയ്ക്ക്? ഒരു കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നൽകിയില്ല അല്ലേ. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ. അദ്ദേഹം അവിടുന്ന് എവിടേക്ക് പോയി? കണ്ണൂരിലോട്ട് പോയി. ആൻഡ് ഹി ഗാദേർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. അദ്ദേഹം അവിടെ നിന്ന് എന്തായി? ആവശ്യമായ വിഭവങ്ങളൊക്കെ ശേഖരിച്ചു. വസ്തുക്കളൊക്കെ നമ്മളുടെ ഏലം നമ്മൾ ഫസ്റ്റ് പഠിച്ചു. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സ്പൈസസ് ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു? പെപ്പർ, ഗാർഡമം, സിനമോൺ, അതുപോലെ ജിഞ്ചർ തുടങ്ങിയ അവർക്ക് വേണ്ട ആവശ്യ വസ്തുക്കളൊക്കെ നെസസറി ഗുഡ്സൊക്കെ അവരെന്ത് ചെയ്തു? ശേഖരിച്ചിട്ട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി റിട്ടേൺ. ദെൻ വാസ്കോ ഡ ഗാമ ഗോട്ട് എ പ്രോഫിറ്റ് വിച്ച് വാസ് 60 times greater than the cost of their voyage by selling the goods they took back with them. എന്താണ്? വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ, പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ചിലവായ തുകയുടെ
60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഗുഡ്സ്, വസ്തുക്കൾ, വിഭവങ്ങൾ വിറ്റിട്ട് അവിടെ തേച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ പഠിച്ചു? ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ് അല്ലേ, കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്താണ് മെയിൻ മോട്ടിവേഷൻ? എക്സ്പ്ലോയിറ്റ് അവർ വെൽത്ത്. എക്സ്പ്ലോയിറ്റ് അവർ വെൽത്ത്, നമ്മുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. യൂറോപ്യൻസ് ഒക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാ? ടു എക്സ്പ്ലോയിറ്റ് അവർ വെൽത്ത്, നമ്മുടെ വിഭവങ്ങൾ, നമ്മളുടെ സമ്പത്ത് കൊള്ളയടിക്കുക. ടു എക്സ്പ്ലോയിറ്റ് അവർ റിസോഴ്സസ് ആൻഡ് വെൽത്ത് എന്ന് പറയാം അല്ലേ. നമ്മുടെ വിഭവങ്ങളും സമ്പത്തും കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോറിനേഴ്സൊക്കെ എന്താണ് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വന്നവരാരായിരുന്നു? ദേവർ പോർച്ചുഗീസ്. ആദ്യം വന്നത് പോർച്ചുഗീസുകാരനായിരുന്നു അല്ലേ. എന്നാ വന്നേ? 1498. ഹു ഇസ് ദ ലീഡർ? ഹു വാസ് ദി ലീഡർ? വാസ്കോ ഡ ഗാമ അല്ലേ. ആഫ്റ്റർ ദി വാസ്കോ ഡ ഗാമ, അൽമേഡ ആൻഡ് അൽബുക്കർക്ക്, two sailors from Portugal reached here for trading. ഫോളോയിങ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയെ പിന്തുടർന്ന് ഇവിടെ നിന്ന് വന്ന 2 സൈലേഴ്സ് നാവികരായിരുന്നു. ഒന്ന് ഫ്രാൻസിസ് ഡ അൽമേഡ, അതുപോലെ അൽബുക്കർക്ക്. ഇവരും വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രേഡിങ്, വാണിജ്യത്തിനായിട്ടായിരുന്നു ഇവിടെ എത്തിയത് അല്ലേ. ഗോവ ആൻഡ് ദാമൻ ദിയോ. ഗോവ ആൻഡ് ദാമൻ ദിയോ were the major trade centers of the Portuguese in India. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു ഗോവ ആൻഡ് ദാമൻ ദിയോ. ഗോവയും ഇന്നത്തെ ഒരു പ്രധാന ട്രേഡിംഗ് സെൻറ്ററാണ് ഗോവ. അത് അന്നും എന്തായിരുന്നു? മെയിൻ ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു ഗോവ ആൻഡ് ദാമൻ ദിയോ. They constructed St. Angelo's Fort at Kannur and Kottapuram Fort in Thrissur district. ഫോറിനേഴ്സ് ഓരോരുത്തർ ഇന്ത്യയിൽ വന്നപ്പോഴും അവരുടെ കുറേ ശേഷിപ്പുകൾ അവർ കൺസ്ട്രക്ട് ചെയ്ത ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇന്ത്യയിൽ ഇന്നും. അതിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള 2 കോട്ടകളാണ്. ഏതൊക്കെയാണ്? സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. St. Angelo's Kannur and Kottapuram Fort in Thrissur. Then they were contributed in India some agricultural crops. What are they? Pineapple, guava, papaya, red chilli, cashew, tobacco. പോർച്ചുഗീസുകാർ കേരളത്തിൽ ധാരാളം കാർഷിക വിളകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? പൈനാപ്പിൾ നമുക്കറിയാം അല്ലേ, കൈതച്ചക്ക, ഗുവ, പപ്പായ എന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. പപ്പായ, പൈനാപ്പിൾ, ഗുവ ഫ്രൂട്ട്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ റെഡ് ചില്ലി, വറ്റൽമുളക്. ദെൻ കേശുവിന് നമ്മുടെ നാട്ടിൽ എന്താ വിളിക്കുന്നത്? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു നെയിമുണ്ട്, പറങ്കി മാങ്ങ അല്ലേ. ഈ പേരെങ്ങനെയാണ് വന്നതെന്നറിയോ? പോർച്ചുഗീസുകാരെ ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന മറ്റൊരു നെയിമായിരുന്നു പറങ്കീസ്, അതായത് പറങ്കികൾ. അതിൽ നിന്നാണ് കാഷ്യൂ നട്ട്സിന് എന്ത് നെയിം വന്നേ? പറങ്കി മാങ്ങ എന്നുള്ള പേര് വന്നേ. ദെൻ അവർ നമ്മളുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു വിഷം ഉണ്ടായിരുന്നു. കുറേ ഫ്രൂട്ട്സ് അവർ തന്നു അല്ലേ. ഫ്രൂട്ട്സും മറ്റതൊക്കെ കുറേ അഗ്രികൾച്ചർ ക്രോപ്സ് നമുക്ക് തന്നു. അതിൻ്റെ കൂടെ അവരൊരു വിഷത്തിൻ്റെ വിളവും കൂടി തന്നിട്ടുണ്ട്. ഏതായിരുന്നു അത്? ടുബാക്കോ മീൻസ് പുകയില അല്ലേ. പുകയില ഉൽപ്പന്നം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുകയില ഉൽപ്പന്നങ്ങൾ എന്തിന് കാരണമാകും? ക്യാൻസറിന് വരെ കാരണമാകുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് വെരി ഡേഞ്ചർ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, അതുമാത്രമല്ല, ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ആർട്ട് ഫോം ചവിട്ട് നാടകം വേർ സം ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. ഈ അഗ്രികൾച്ചറൽ ക്രോപ്സ് മാത്രമല്ല, പിന്നീട് അവർ നമ്മൾക്ക് വികസിപ്പിച്ച് തന്ന
നമ്മൾ ഇന്ന് ലോകം മൊത്തം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രിൻറ്റിങ് മെഷീൻ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ ഒരു ആർട്ട് ഫോം, ഇന്ന് നമ്മളുടെ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രസിദ്ധിയായ കലാരൂപങ്ങളിൽപ്പെട്ട ഒന്നാണ് ഏതാ, ചവിട്ട് നാടകം. ഇതും എന്താണ്, ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാവനകൾ? കുറച്ച് അഗ്രികൾച്ചറൽ ക്രോപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഗുവ, പപ്പായ, പൈനാപ്പിൾ, റെഡ് ചില്ലി, കാഷ്യൂ ആൻഡ് ടുബാക്കോ. ദെൻ പ്രിൻറ്റിങ് മെഷീൻ, ചവിട്ട് നാടകം. ഓക്കെ. ദെൻ ബട്ട് ദി പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പക്ഷേ അവർക്ക് എന്ത് പറ്റിയില്ല, ധാരാളം കൂടുതൽ ട്രേഡ് സെൻറ്റേഴ്സ്, വാണിജ്യ കേന്ദ്രങ്ങളൊന്നും അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വാട്ട് ആർ ദി റീസൺസ് ഫോർ ഇറ്റ്? എന്തായിരിക്കും അതിന് കാരണം? they did not have enough economic and military resources to combat with other Europeans. എന്താണ്, മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി ആർക്കുണ്ടായിരുന്നില്ല? പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. They faced resistance for native force. പ്രാദേശികമായ ധാരാളം ചെറുത്തുനിൽപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. അതിലേറ്റവും മെയിനായിട്ടുള്ളതായിരുന്നു കുഞ്ഞാലി മരക്കാർസ്. ദി അഡ്മിറൽസ് ഓഫ് സമോറിൻസ് നാവൽ ഫോഴ്സ് ലെഡ് ദി റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദി പോർച്ചുഗീസ് ഇൻ ദി മലബാർ റീജിയൻ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരായിരുന്നു. അവർ വളരെ പവറുള്ള ആളുകളായിരുന്നു കുഞ്ഞാലി മരക്കാസ്. അവരെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം കേട്ടോ. ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് പോർച്ചുഗീസുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തത്? ഇത് ക്വസ്റ്റ്യൻ ബേസിൽ പറയാം, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ വിച്ച് ഇയർ വാസ്കോ ഡ ഗാമ കെയിം ഇൻ ഇന്ത്യ? 1498. Who were the first Europeans came to India? Many Europeans came to India. Who were the first? Portuguese. Which are the European powers reached India for the purpose of trade? The Portuguese, the Dutch, the English and the French. Name the Portuguese sailor who came to Kozhikode in May 1498 for trade. Vasco da Gama. Who ruled Kozhikode at that time? The Zamorin. Who were the other Portuguese sailors who came to Kerala for trade? Almeida and Albuquerque. Name the trade centers established by the Portuguese in India. Goa, Daman, Diu. Name the agricultural crops introduced by the Portuguese or Portuguese. Pineapple, guava, papaya, red chilli, cashew and tobacco. Okay, then name the art form developed by the impact of Indo-Portuguese relationship. Chavittu Nadagam. Then next, the Portuguese could not establish many trade centers in India. Why? Because they did not have enough economic and military resources to combat with other European powers. They faced resistance from native force. Then Kunyali Marekas, the admirals of Zamorin's naval force, led the resistance against the Portuguese in the Malabar region. Then take your notebook and write the homework question. Portuguese relations have brought about changes in our economic and cultural spheres. Write a short note on it. പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നിങ്ങൾ ആൻസർ കണ്ടെത്തുക കേട്ടോ. ദെൻ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്. വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ് ടു ഇന്ത്യ ഇൻ ദി എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫീൽഡ്?
രണ്ട് ക്വസ്റ്റ്യനും സെയിം, അതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളെ വരുന്നുള്ളൂ. രണ്ട് രീതിയിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.